Good morning everyone. This is Scordio 25027. ഇനി കാതോർക്കാം, കാത്തിരിക്കാം അറിവിൻ്റെ മറ്റലിക്കായി. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്. സ്കോഡിയോയുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:45 സ്കൂൾ റേഡിയോ നാടിനായി സമർപ്പിക്കുന്നു. വരും കാലയളവിൽ ഇനിയും രസകരമായ വാർത്തകളും അറിവധിഷ്ഠിത പരിപാടികളുമായി സ്കൂൾ റേഡിയോ പ്രക്ഷേപണം തുടരുകയാണ്. ഇന്നാദ്യം നമുക്കൊരു സന്ദേശം കേൾക്കാം. ഏലിയ സാർ അവതരിപ്പിക്കുന്നു. ഉത്തമ സുഹൃത്ത്. കൃഷ്ണനും കുചേലനും എത്ര നല്ല കൂട്ടുകാരായിരുന്നു. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ അവരുടെ സാന്ദ്ര സൗഹൃദത്തെക്കുറിച്ച് കവി പാടുന്നുണ്ട്. പെരുങ്കാട്ടിലകപ്പെട്ട അവർ സൗഹൃദം സാന്ദ്രമായതുകൊണ്ടാണ് രാത്രിയെ മറികടന്നത്. കാണുന്നവരെല്ലാം സ്നേഹിതന്മാരല്ല. ഈ അറിവ് നമ്മുടെ സുരക്ഷയ്ക്ക് ഇന്ന് അത്യന്താപേക്ഷിതമാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നറിയണം കുട്ടികൾ. കൂട്ടുകാർ നമുക്ക് ആവശ്യമാണ്. എന്നാൽ അവരെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ വേണം. ബാഹ്യ സൗന്ദര്യമോ ആർഭാട ജീവിതമോ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡമാകരുത്. മറ്റൊരാളുടെ മനസ്സറിയണം, ഭാവമറിയണം. ഉത്തമ സുഹൃത്തിനെ ആപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാനാവൂ. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരും കഷ്ടപ്പാടിൽ സഹായിക്കുന്നവരുമാണ് നല്ല സുഹൃത്തുക്കൾ. നല്ല ശമരിയക്കാരൻ എന്ന പ്രയോഗം കേട്ടിട്ടില്ലേ? ബൈബിളിൽ ഒരു കഥയിൽ നിന്നെടുത്തതാണത്. നമ്മൾ നല്ല ശമരിയക്കാരാകണം. സുഹൃത്തുക്കൾ കായില്ലാ പൂക്കളാകരുത്. ഹൃദയങ്ങൾ തമ്മിലുള്ള കൂട്ടാണ് നമുക്ക് വേണ്ടത്. പകൽ രാത്രിയാകുമ്പോൾ മാഞ്ഞു പോകും. നല്ല സുഹൃത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാഞ്ഞു പോകില്ല. നല്ല സുഹൃത്തിനെ മാത്രം കണ്ടെത്തൂ. ജീവിതം സുന്ദരമാക്കൂ. നമസ്കാരം. സ്കോഡിയോയുടെ ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് റിനി ഡേവിസ്. പ്രധാന വാർത്തകൾ. മൂക്കന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണ സമാപന സമ്മേളന ഉദ്ഘാടനം നടന്നുവരുന്നു. സ്കൂൾ റേഡിയോ ആയ സ്കോഡിയോയുടെ ഉദ്ഘാടനം നടത്തി. സ്കൂൾ ഡയറി വിതരണോദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നു. സ്കൂൾ ലോഗോ പ്രകാശനവും തദവസരത്തിൽ നടത്തുന്നു. വാർത്തകൾ വിശദമായി. മൂക്കന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നുകുറെ 100 മഹത് വ്യക്തികൾ മഹത് വചനങ്ങൾ എന്ന വായന മാസാചരണത്തിന്റെ സമാപന സമ്മേളനം ആലുവ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ ഷാജി വിഖെ ഉദ്ഘാടനം ചെയ്തു. 99 മഹത് വ്യക്തികളെയും അവരുടെ മഹത് വചനങ്ങളുമാണ് വായന മാസാചരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകുറെ 100 മഹത് വ്യക്തികൾ മഹത് വചനങ്ങൾ എന്ന കൈപ്പുസ്തകം പ്രിൻസിപ്പാൾ ശ്രീ VC സന്തോഷ് പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ ദിലീപ് അധ്യക്ഷനായ യോഗത്തിൽ വാർഡ് മെമ്പർ ശ്രീമതി ഗ്രേസി ടീച്ചറാണ് സ്കോഡിയോ പുനരാരംഭ ഉദ്ഘാടനം ചെയ്തത്. സ്കൂളിന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്ന സ്കൂൾ ഡയറിയുടെ വിതരണോദ്ഘാടനം HM ശ്രീമതി ബസി ടീച്ചർ നിർവഹിക്കുന്നതാണ്. തദവസരത്തിൽ പ്രിൻസിപ്പൽ ശ്രീ സന്തോഷ് സാർ സ്കൂൾ ലോഗോയുടെ പ്രകാശനം നടത്തുന്നതാണ്. വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കാത്തിരിക്കൂ. ഏവർക്കും നന്ദി, നമസ്കാരം. ഒരു വായനാക്കുറിപ്പുമായി നമ്മുടെ മുൻപിലെത്തുന്നത് സഞ്ജയ്. കുട്ടിയുടെ ലളിത മനോഹരമായ ഒരു കവിതയാണ് സ്മാരകം. ഒരു അപ്പൂപ്പനാടിയുടെ പറക്കലാണ് ഇതിൻ്റെ ഇതിവൃത്തം. വിനീതമായ ഒരു ശ്രമമായിട്ടാണ് പറക്കലിനെ കാണേണ്ടത്. സ്വന്തം ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് പറക്കൽ. സ്വന്തമായി ചിറകില്ലാത്തതിനാൽ മറ്റുള്ളവയെ ആശ്രയിച്ചാണ് അപ്പൂപ്പനാടി പറക്കുന്നത്. അതിന് ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല. കവിത ചെറുതെങ്കിലും ആശയം ഗംഭീരമാണ്. പ്രതിസന്ധികൾ പലതാണെങ്കിലും താനായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ ഇതിൽ കാണാം. ഒരു സ്ത്രീയുടെ യാത്രയായി വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. ഈ ലോകത്ത് നാം ജീവിച്ചിരിക്കുന്നുവെന്ന് തൻ്റെ രീതിയിൽ ഒരാൾ അടയാളപ്പെടുത്തൽ നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. ചെറുതെങ്കിലും അതിനുള്ള ശ്രമം നാം തുടരുക തന്നെ ചെയ്യണം.